മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുമ്പോഴും അവർക്കതിലൊരു വേറൊരു ഉദ്ദേശമുണ്ട്. സ്വർഗം കിട്ടണം, പരലോകം കിട്ടണം. പക്ഷെ ഞങ്ങൾ നിരീശ്വരവാദികളുണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരുവിധ മറ്റു താല്പര്യങ്ങളുമില്ല. ഞങ്ങളുടേതാണ് ആത്മാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് ഇവർ പൊതുവിൽ പറയാറുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അബ്ദുള്ള ബാസിൽ ഒന്ന് തുടങ്ങി വെക്കും. പലപ്പോഴും നിരീശ്വരവാദികൾ പറയുന്ന ഒരു കാര്യമാണ്, അതായത് വിശ്വാസികൾ നന്മ ചെയ്യുന്നത് അത് എന്താണ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ അവിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങനെ പരലോക വിശ്വാസമൊന്നും ഇല്ലാത്ത ആളുകൾ നിസ്വാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നന്മക്ക് പ്രതിഫലമുണ്ട്, തിന്മക്ക് അതിൻ്റെതായ ശിക്ഷകളുണ്ട് എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടുകൂടി ആരെങ്കിലും നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ ഒരാൾ തിന്മകൾ ചെയ്യാതിരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അതിനൊരു വാല്യൂ ഇല്ല, അതിനൊരു മൂല്യമില്ല എന്ന രൂപത്തിലാണ് ഇവർ പറയാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കൃത്യമായ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള മതമാണ്, ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ദർശനമാണ്. മനുഷ്യരെ അറിയുന്ന പടച്ചവനിൽ നിന്നാണ് ഈ കൽപ്പനകളും ഈ ദർശനങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച് ഒരു പ്രാഥമികമായ ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഈ ചോദ്യം വരൂല. കാരണം മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് റിവാർഡ് ചെയ്യപ്പെടുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കോൺസിക്വൻസ് ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിൽ നന്മ കൂടുകയും തിന്മ കുറയുകയും ചെയ്യാം. ഇത് മതവിശ്വാസത്തിന് വേണ്ടി നമ്മൾ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതേ കാര്യത്തിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റോട്ടിൽ ഹെൽമറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമം ലംഘിച്ചു, അവിടെ നിയമം ലംഘിക്കുമ്പോൾ ഫൈൻ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവിടെ റിവാർഡുകളുണ്ട്, അവാർഡുകളുണ്ട്, അതേപോലെ തന്നെ ആദരിക്കലുകളുണ്ട്. എന്തിനാണ് ഈ ആദരിക്കലുകൾ? എന്തിനാണ് തിന്മ ചെയ്യുമ്പോൾ ഫൈനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ? അങ്ങനെയേ ഒരു സൊസൈറ്റി വർക്കാവുള്ളൂ. ഒരു പൊതുജനത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നന്മ ചെയ്യുമ്പോൾ റിവാർഡ് ചെയ്യപ്പെടുകയും തിന്മ ചെയ്യുമ്പോൾ അതിന് കോൺസിക്വൻസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ സൊസൈറ്റി നന്മയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുള്ളൂ. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ശമ്പളം ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യും, അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ സാധ്യമാവുള്ളൂ എന്നുള്ളത് മനുഷ്യനെ കുറിച്ച് പ്രാഥമികമായി അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് മതത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രം, സ്വർഗനരകങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇത് മൊത്തത്തിൽ നമ്മൾ മറന്നുപോകാൻ, ഇതൊക്കെ മാറ്റിവെച്ച് അവിടെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നിസ്വാർത്ഥത എന്നാണ് പറയാം. ഇവിടെ രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, മതവിശ്വാസികൾ ചിലത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയാം. പക്ഷേ എന്താണ് ആ പ്രതീക്ഷ? എന്ത് പ്രതീക്ഷിച്ചിട്ടാ ചെയ്യുന്നത്? മതവിശ്വാസികൾ ഈ ഭൗതിക ലോകത്ത് തന്നെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് വിശ്വാസികൾ നന്മ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഗതികളെയും അനാഥകളെയും ഒക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം വിശ്വാസികൾ പറയുന്നതാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. വിശ്വാസികൾ പറയുന്നതാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ് നിങ്ങളെ ഭക്ഷിപ്പിച്ചിട്ടുള്ളത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ പ്രതീക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഭൗതികമായ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം, നിസ്വാർത്ഥമായി ചെയ്യണം തന്നെയാണ് മതവും പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഭൗതികമായി പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഭൗതികേതരമായി പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. ഇത് പറയുന്ന നിരീശ്വരവാദികൾ തന്നെ പലപ്പോഴും പറയുന്ന, ഞങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നു, ഞങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു നിർവൃതി കിട്ടുന്നു. അപ്പം ആരെങ്കിലും ഒരാൾ പറയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊക്കെ സ്വാർത്ഥന്മാരാണ്. കാരണം എന്താ? നിങ്ങൾ നന്മ ചെയ്യുന്നത് നിർവൃതിക്ക് വേണ്ടിയാണ്. നിർവൃതി എന്ന് പറയുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്കുണ്ടല്ലോ, അല്ലെങ്കിൽ മനസംതൃപ്തി എന്ന് പറഞ്ഞൊരു പ്രതിഫലം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? അത് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ? അത് ഭൗതികമായ എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലല്ലോ, ഭൗതികേതരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ പറയും. ഇതേപോലെ തന്നെയാണ് മതവിശ്വാസികളുടെ കാര്യവും. മതവിശ്വാസികൾ ഈ ലോകത്ത് നമ്മളിവിടെ അനാഥകളെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. അവിടെ ഭൗതികമായി നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് ഭൗതികേതരമായ ഒരു പ്രതിഫലമാണ് അവിടെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് സ്വാർത്ഥമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യന്റെ പ്രകൃതി എന്താണെന്ന് അറിയാതിരിക്കണം. അതേപോലെ തന്നെ ഈ
പ്രതിഫലം എന്നുള്ളതിൻ്റെ ഒരു ഭൗതികേതരം എന്നുള്ളതിൻ്റെ വ്യത്യാസം മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്. അതിലേക്ക് ചേർത്ത് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, സാധാരണ ഇവർ പറയാറുണ്ട് നിങ്ങൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ കാര്യം ചെയ്യുക. അപ്പം നിങ്ങൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഞങ്ങൾ സ്വർഗം ആഗ്രഹിക്കാതെ ചെയ്യുന്നു. അപ്പം നിങ്ങളെക്കാൾ ഞങ്ങളല്ലേ നല്ലവർ എന്നാണ് അവരുടെ ചോദ്യത്തിൻ്റെ മർമ്മം. ഇവിടെ ബാസിൽ വിശദീകരിച്ച പോലെ തന്നെ 2 പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് ലക്ഷ്യമില്ലെങ്കിൽ ആ പ്രവർത്തനം എന്തിന്? ഒരാൾ വണ്ടി ഓടിക്കുകയാണ്, വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന ലക്ഷ്യം എന്താ? ആളിങ്ങനെ ഈ കോട്ടയം മങ്ങാടി അതുപോലെ ഈ നാട്ടിലിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് വണ്ടി ഓടിക്കുന്നത്? നേരത്തെ അവിടെ സൂചിപ്പിച്ച് വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുക എന്നാണെങ്കിൽ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നാൽക്കാലിയെ പോലെയായിരിക്കും, ഒരു പോത്തിനെ പോലെ ആയിരിക്കും. പോത്ത് ഇവിടെ എന്താ ജീവിക്കുന്നത്? ഒരു പോത്തായിട്ട് ഇങ്ങനെ ജീവിക്കുക. പോത്തിനൊരു ലക്ഷ്യമുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇഖ്ലാസിൻ്റെ കുറവല്ല, അതാണ് ഇഖ്ലാസ്. അതേസമയത്ത് നാസ്തികന്മാർക്കും ലക്ഷ്യമുണ്ട്. ഇവിടുത്തെ പോപ്പുലാരിറ്റിയും അവിടുത്തെ ജനങ്ങളെ പഴപ്പിക്കുക, അതൊരു ലക്ഷ്യമാണ്. ജനങ്ങളെ വസ്വാസിലാക്കുക, ജനങ്ങളെ നന്മയും തിന്മയിലേക്ക് കൊണ്ടുപോകുക, ആ ലക്ഷ്യമാണ് അവർക്കുള്ളതെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാസ്തികരുടെ ആ വിമർശനത്തിൻ്റെ ഒരു ശരിയല്ല. രണ്ടാമത്തെ വിഷയം, ഇവിടെ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് നന്മയും തിന്മയും വേർതിരിക്കുക? ഒരാൾ തോക്കെടുത്ത് വെടിവെച്ച് കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ വെടിവെച്ച് കൊല്ലുന്നതിൽ അയാൾക്കൊരു ആനന്ദമുണ്ട്, അയാൾക്കതിലൊരു ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ് എന്ന് ഈ ആളുകൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം മറ്റൊരാളെ വധിക്കുക എന്നുള്ളതാണ് ആൾക്ക് ആനന്ദം കിട്ടുന്നത്. അപ്പോൾ ആനന്ദം കിട്ടാൻ വേണ്ടിയൊക്കെ എന്തും ചെയ്യാം, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാം എന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പരലോകമൊന്നും ആഗ്രഹിക്കാതെ ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള മാനദണ്ഡം ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് പേടി വരുമ്പോഴേ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുള്ളൂ. നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് നന്മയുണ്ട് എന്ന് പറയുമ്പോഴാണ് നന്മ ചെയ്യാനുള്ള പ്രേരണ കിട്ടുകയുള്ളൂ. ഇതല്ലാതെ ഒരു നന്മ ചെയ്യാനുള്ള പ്രേരണ ഇല്ലാതിരിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുന്ന ഒരു കാര്യം ഇവിടെ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തീർത്തും ലക്ഷ്യമില്ലാതെയായിരിക്കുകയും ഒരു നാൽക്കാലിയെപ്പോലെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഒരു ആഡിങ് വരുത്താനുള്ളത്, ഈ ലക്ഷ്യമില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു അനീതി കൂടി വരും. പലപ്പോഴും ഇവർ ചോദിക്കാന്ന് വെച്ചാൽ രക്ഷാശിക്ഷയൊന്നും ഇല്ലാതിരുന്നൂടെ, നിസ്വാർത്ഥമായി ചെയ്തുകൂടെ എന്നാണ്. അവിടെ ഒരു അനീതിയുടെ ഒരു കാര്യം കൂടി വരും. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നു, വേറൊരാൾ നന്മ ചെയ്യുന്നില്ല. ഇവിടെ രക്ഷയും ശിക്ഷയും ഇല്ലെങ്കിൽ, പ്രതിഫലവും ശിക്ഷയും ഇല്ലെങ്കിൽ നന്മ ചെയ്തവരോടുള്ള അനീതിയാണത്. കാരണം ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നു, വേറൊരാൾ നന്മ ചെയ്യുന്നുമില്ല, രണ്ടാളും ഒരുപോലെ, അവിടെ അനീതിയാണ്. ഒരാൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, വേറൊരാൾ തെറ്റ് ചെയ്യുന്നില്ല, രണ്ടാൾക്കും ശിക്ഷയൊന്നുമില്ല, രണ്ടും ഒരുപോലെ, അവിടെ അനീതിയാണ്. തെറ്റ് ചെയ്യാതിരിക്കുന്നവരോട് ചെയ്യുന്ന അനീതിയാണ് രക്ഷയും ശിക്ഷയും ഇല്ലെങ്കിൽ. നന്മ ചെയ്യുന്നവരോടുള്ള അനീതിയാണ് പ്രതിഫലമില്ലെങ്കിൽ. ഇവിടെ ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ച് പറഞ്ഞു, ഭൗതികേതരമായ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും നന്മയുടെ അർത്ഥത്തെക്കുറിച്ചും പറഞ്ഞു, അതേപോലെ തന്നെ നീതിയെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് ഈ പ്രതിഫലം, അതേപോലെ തന്നെ രക്ഷാശിക്ഷ എന്ന് പറഞ്ഞ സംഭവം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒറ്റ സിമ്പിൾ ഡയലോഗാണ്, നിസ്വാർത്ഥമായ പ്രവർത്തനമല്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഏതെങ്കിലും റീലുകളിലോ ഷോർട്സിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒന്ന് വിശദമായി ഇത്തരം വിഷയങ്ങൾ ആലോചിക്കാൻ കൂടി നമുക്ക് പറ്റണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ.